ചാത്തൻ സേവയ്ക്ക് ചരടൊക്കെ കെട്ടിയിട്ടാണ് ഒരു കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നത്. കാര്യം നമ്മുടെ ആ കൊച്ചിനെ വ്യക്തമായി പരിശോധിച്ചപ്പോൾ ആ കുട്ടിയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി രാത്രിയിൽ ഇടയ്ക്ക് എണീറ്റിരിക്കും. നല്ലോണം ഉറങ്ങുന്ന കുട്ടിയായിരിക്കും. ഇത്തിരി കുറുക്കം വലിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എണീറ്റിരുന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, കുറച്ച് പിച്ചും പെയ്യൊക്കെ പറയും, ടക്ക് അങ്ങനെ തന്നെ കിടക്കും. കുറച്ചൊക്കെ സമയം കഴിഞ്ഞാൽ പിന്നെയും കുട്ടി ഒറ്റയടിക്ക് എണീറ്റിരിക്കും, ഒന്നും കൂടെ നോക്കി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെയും കിടക്കും. ഇതൊരു പ്രോസസ്സ് ഇങ്ങനെ നീണ്ടുപോയപ്പം ഇവരെന്ത് ചെയ്തു, ഇതെന്തോ സേവയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അടുത്തൊരു സിദ്ധൻ്റെ അടുത്തേക്ക് പോയി ചരടൊക്കെ കെട്ടി. പക്ഷേ ചരടൊക്കെ കെട്ടിയിട്ട് ഇത് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവർ എൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പം കൂർക്കം വലയുണ്ട്, വായ തുറന്നുറങ്ങുന്നുണ്ട്. ഒരു എക്സ്റേ ഇവിടുന്ന് ഉടനെ തന്നെ ഞാൻ പറഞ്ഞു വിട്ടു. എക്സ്റേ എടുത്തപ്പോൾ ഫുള്ളി ഗ്രോൺ അഡിനോയിഡുണ്ടായിരുന്നു. അഡിനോയിഡിന് മുഴുവനായിട്ട് വളർച്ചയുണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നൊരവസ്ഥയിലേക്ക് ഇത് നയിക്കും. സ്ലീപ്പ് അപ്നിയ, അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരുന്ന് പിന്നെ ഉറങ്ങുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. ഇത് 3 തരത്തിലുണ്ടാവും. ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് ആവും, ഒന്ന് സെൻട്രൽ ആവാം, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അവസ്ഥയും വരാം. ഇതിൽ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയൻ്റെ ഒരു കാരണക്കാരനാണ് അഡിനോയിഡ് സ്വെല്ലിംഗ്. ഓക്കെ, ഇതുകൊണ്ട് രാത്രി കുട്ടി കിടന്നു കഴിഞ്ഞാൽ രാത്രി കുട്ടിക്ക് പിന്നെ ശ്വാസം എടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും. മൂക്കിൽ കൂടി എടുക്കാൻ കഴിയാതെ ഫുള്ളി ഇങ്ങോട്ട് അടഞ്ഞു പോകുന്നതുകൊണ്ട് കുട്ടിക്ക് ശ്വാസം കിട്ടാതാകുമ്പോൾ ഒറ്റയടിക്ക് കുട്ടി എണീറ്റിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ആവും, പിന്നെയും കിടക്കും. ഇതാണ് ഈ കുട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വ്യക്തമായി ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ എണീറ്റിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ ടോൺസിൽ അല്ലെങ്കിൽ അഡിനോയിഡ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്.